സോ സെക്കൻഡ് ഇൻക്ലിനേഷൻ തരുന്നത് ചിലപ്പം ഏതെങ്കിലും ഒരു ബേസ് എഡ്ജിന്, അല്ലെങ്കിൽ സ്ലാൻഡ് എഡ്ജിന്, അല്ലെങ്കിൽ ആക്സിസിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രയാങ്കുലർ ഫേസിന് തന്നെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീച്ചറിന് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും തരുന്നത്? That base edge or whatever it is inclined 40 degree to VP. Okay. Is inclined 40 degree to VP. എന്നൊക്കെ ആയിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് ഇൻക്ലിനേഷനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ ഈസ് ഇൻക്ലൈൻഡ് 40 degree in top view. ഓക്കെ, അതും അല്ലെങ്കിൽ ഈസ് ഇൻക്ലൈൻഡ് 40 degree with XY line. ഓക്കെ, അതും അല്ലെങ്കിൽ ഈസ് ഇൻക്ലൈൻഡ് 40 degree with VP in top view. ഓക്കെ, ഇത്രയും ഈ ഒരു 4 ടൈപ്പ് ഓഫ് സെന്റൻസ് ആയിരിക്കും അധികം വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് വൺ, that means any of that base edge or whatever it is inclined 40 degree to VP. Okay, ഡയറക്റ്റ് ആയിട്ട് ഇവർ തന്നിരിക്കുന്നത് 40 degree inclined to VP എന്നാണ്. ഓക്കെ, VP ആയിട്ട് ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ ട്രൂ ലെങ്ത്തിന് VP ആയിട്ട് ഇൻക്ലിനേഷൻ ആണ്. കാരണം നമ്മൾ പറഞ്ഞു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൈൻ സ്പേസിൽ ഒറിജിനലി കിടക്കുമ്പോഴാണ് HP യും VP ഒക്കെ ഉള്ളൂ, HP ആയിട്ടും VP ആയിട്ടൊക്കെ റിലേഷൻ. നമ്മൾ അതിനെ എടുത്ത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ HP VP ഒന്നുമില്ല, പിന്നെ ആകെ XY ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ട്രൂ ലെങ്ത് ആയിരിക്കില്ല, റെഡ്യൂസ് ലെങ്ത് ഒക്കെ ആയിട്ടുണ്ടാവും. ബട്ട് ഇൻ സ്പേസ് റിയലി അത് ട്രൂ ലെങ്ത്തിലും ട്രൂ ഇൻക്ലിനേഷനിലായിരിക്കും ഉണ്ടാകുന്നത്. സോ സ്റ്റേറ്റ്മെന്റിൽ 40 degree to VP എന്നാണ് പറയുന്നതെങ്കിൽ വിച്ച് ഈസ് ആക്ച്വലി ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കും. ഓക്കെ, ട്രൂ ഇൻക്ലിനേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ട്രൂ ലെങ്ത്തിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ 40 degree കൊടുക്കാൻ പാടുള്ളൂ. With respect to VP എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ട്രൂ ഇൻക്ലിനേഷൻ. ഇറ്റ് ഷുഡ് ബി അസൈൻഡ് ടു എ ട്രൂ ലെങ്ത് ലൈൻ ഓൺലി. അപ്പൊ നമ്മളോട് എന്തിനാണോ ഇൻക്ലിനേഷൻ പറഞ്ഞിട്ടുള്ളത്, ആക്സിസ് ആണോ, എഡ്ജ് ആണോ, അല്ലെങ്കിൽ എന്താ പറയാ സ്ലാൻഡ് എഡ്ജ് ആണോ, വെർട്ടിക്കൽ എഡ്ജ് ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ ലെങ്ത് ഇപ്പോഴും നിങ്ങളിപ്പോ ഇൻക്ലിനേഷൻ കൊടുക്കാൻ പോകുമ്പോഴും ട്രൂ ലെങ്ത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ട്രൂ ലെങ്ത് തന്നെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ട്രൂ ലെങ്ത് തന്നെയാണെങ്കിൽ നമുക്ക് നേരെ 40 degree എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ അങ്ങ് വരയ്ക്കാം. ചെക്ക് ചെയ്യുക ട്രൂ ലെങ്ത് തന്നെയാണോ ഇപ്പോഴും അല്ലയോ. ഇനി നമ്മൾ മെഷർ ചെയ്തപ്പോൾ ട്രൂ ലെങ്ത് അല്ല എന്നാണ് കിട്ടുന്നതെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ ബീറ്റ വാല്യൂ. ഓക്കെ, ബീറ്റ എത്രയാണെന്ന് കണ്ടിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളോട് പറയാണ് ആക്സിസ് ഓഫ് ദ സോളിഡ് ഈസ് 30 degree inclined to HP and 40 degree inclined to VP. ഓക്കെ, ആക്സിസ് ഓൾറെഡി 30 degree inclined to HP ആണെന്ന് വിചാരിക്കുക. അപ്പൊ അത് ഓൾറെഡി ടോപ്പ് വ്യൂല് HP ആയിട്ട് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂല് എന്തായാലും അത് റെഡ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, ദെൻ അതേ ആക്സിസിന് വീണ്ടും 40 degree inclined to VP എന്ന് തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് റെഡ്യൂസ്ഡ് ആയിരിക്കും. ഒരിക്കലും 40 എടുത്ത് വരയ്ക്കാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് നോട്ട് എ ട്രൂ ലെങ്ത്. അപ്പോൾ നേരെ നമ്മൾ ബീറ്റ കാണേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 40 degree മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. സോ ആ ട്രൂ ലെങ്ത് എവിടെയാണോ നോക്കുക, റെഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ട്രൂ ലെങ്ത് എവിടെയാണോ നോക്കുക,
ആ ട്രൂ ലെങ്ത് വെച്ചിട്ട് നമ്മൾ 40° വരയ്ക്കുക. ദെൻ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത വാല്യൂ വെച്ചിട്ട് ബീറ്റ കാണണം. ആ പ്രൊസീജിയർ ഓർമ്മയുണ്ടാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൽ നമ്മൾ ബീറ്റ കണ്ടിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇൻക്ലൈൻ ടു 40° ടു VP എന്നൊക്കെയാണെങ്കിൽ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ. അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ട്രൂ ലെങ്ത് തന്നെയാണെങ്കിൽ സെയിം 40 എടുത്ത് വരയ്ക്കാം, ട്രൂ ലെങ്ത് അല്ലെങ്കിൽ ബീറ്റ എടുത്ത് വരയ്ക്കാം. The next one is inclined 40° in top view. 40° in top view. ഈ 40 എന്ന് പറയുന്നത് ആക്ച്വലി ട്രൂ ഇൻക്ലിനേഷൻ ആണ്. ഈ 40° in top view എന്ന് പറയുന്നത് ആക്ച്വലി apparent inclination ആണ്. ഓക്കെ, apparent inclination ബീറ്റ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ടോപ്പ് വ്യൂല് നോക്കിയപ്പോ 40°യിലാണ് കണ്ടത്. ദാറ്റ്സ് വാട്ട് 40° ഇൻ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പ് വ്യൂല് നിങ്ങൾ എന്താ കാണുന്നത്? 40° ആണ്. സോ നേരെ ആ ലെങ്ത് റെഡ്യൂസ്ഡ് ആണോ ട്രൂ ലെങ്ത് ആണോ ഒന്നും നോക്കണ്ട, നേരെ നമുക്ക് എന്ത് ചെയ്യാം, 40° തന്നെ എടുത്തിട്ട് അങ്ങ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സെയിം ആംഗിൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയും 40 എടുത്ത് തന്നെ വരയ്ക്കാം. അപ്പൊ ഇവിടെയും അപ്പാരന്റ് ഇൻക്ലിനേഷൻ ആണ്, വിച്ച് ഈസ് ബീറ്റ ഇറ്റ് സെൽഫ്. നേരെ 40 എടുത്തിട്ട് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് അങ്ങ് ചെയ്യാം. ഇനി തേർഡ് വൺ ഈസ് ഇൻക്ലൈൻഡ് 40° വിത്ത് XY ലൈൻ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ XY ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാലാണ്. പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ XY ലൈൻ ഉണ്ട്. ആ XY ലൈനുമായിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി, ആ തന്നിരിക്കുന്ന ആംഗിൾ തന്നെ ബീറ്റയാണോ വട്ടവർ ഇറ്റ് ഈസ്, ആ 40 തന്നെ എടുത്ത് നേരിട്ട് അങ്ങ് വരയ്ക്കാം. ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, റെഡ്യൂസ്ഡ് ആണോ ട്രൂ ലെങ്ത് ആണോ ഒന്നും ചെക്ക് ചെയ്യേണ്ട. തൊട്ട് മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ നേരിട്ട് എടുത്തങ്ങ് വരയ്ക്കണം. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് സെന്റൻസ് ഈസ് ഇൻക്ലൈൻഡ് 40° വിത്ത് VP. വിത്ത് VP എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ട്രൂ ഇൻക്ലിനേഷൻ ആണ്, ട്രൂ ലെങ്ത് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം, റൈറ്റ്? ചെക്ക് ചെയ്യേണ്ടതാണ്, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞില്ല. ഓക്കെ, വിത്ത് VP ഇൻ ടോപ്പ് വ്യൂ. ഓക്കെ, നിങ്ങൾ നേരെ ടോപ്പ് വ്യൂല് വന്ന് നോക്കിയപ്പോ അവിടെ VP ഉണ്ട്. ആ ടോപ്പ് വ്യൂല് വന്ന് നോക്കിയപ്പോ 40° ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബീറ്റ കാണാൻ ചെക്ക് ചെയ്യോ? ട്രൂ ലെങ്ത് ഒക്കെ നോക്കിയിട്ട് ബീറ്റ കാണും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന 40°യിൽ ബീറ്റ ട്രൂ ലെങ്ത് ഒന്നും നോക്കാതെ തന്നിരിക്കുന്ന ആംഗിൾ വരയ്ക്കും? എന്തായിരിക്കും ചെയ്യുന്നത്? ഇനി ഒപ്പീനിയൻ? ഹലോ, എന്ത് ചെയ്യും? ലാസ്റ്റ് വൺ, ലാസ്റ്റ് കേസ്. എന്റെ ഓഡിയോ കട്ടായോ? ഹലോ, അങ്ങനെയാണല്ലോ. എന്ത് ചെയ്യും? ഈസ് 40° ഇൻക്ലൈൻഡ് വിത്ത് VP എന്ന് തന്നിട്ടുണ്ട്. അത് ആക്ച്വലി ട്രൂ ഇൻക്ലിനേഷൻ ആണ്. ബട്ട് ഇൻ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി വിസിബിൾ ഇൻ ടോപ്പ് വ്യൂ. 40° ഇൻ ടോപ്പ് വ്യൂ എന്നാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇത്, സിമിലർ മീനിങ് ആണ് തരുന്നത്. ഇൻ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ VP എന്ന് പറഞ്ഞതിന് വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ ഇവിടെയും നമുക്ക് തന്നിട്ടുള്ളത് ബീറ്റ തന്നെയാണ്. വേറെ ഇൻക്ലിനേഷനോ വേറെ അപ്പാരന്റ് ഇൻക്ലിനേഷനോ ട്രൂ ലെങ്ത് ആണോ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ആംഗിൾ 40 ആണ് തന്നതെങ്കിൽ തന്നിരിക്കുന്ന എഡ്ജ് റെഡ്യൂസ്ഡ് ആയാലും ട്രൂ ലെങ്ത് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ അങ്ങ് വരച്ചു പോകണം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് പ്രകാരം ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, 40° ഇൻക്ലൈൻ ടു VP എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് നമ്മൾ ട്രൂ ലെങ്ത് ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അവിടെയും ട്രൂ ലെങ്ത് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, നേരിട്ടെടുത്ത് അങ്ങ് വരയ്ക്കാം 40° തന്നെ. ഇനി ട്രൂ ലെങ്ത് അല്ലെങ്കിൽ നമ്മൾ ബീറ്റ
കണ്ടുപിടിക്കേണ്ടി വരും. ട്രൂ ലെങ്ത്തും അപ്പാരൽ ലെങ്ത്തും ഒക്കെ എടുത്തിട്ട് ബീറ്റ കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ഇൻക്ലൈൻ ഇൻ ഫോർ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ അല്ലെങ്കിൽ വി പി ഇൻ ടോപ്പ് വ്യൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ബീറ്റ തന്നെയാണ് തന്നിട്ടുള്ളത്, വേറൊന്നും ചെക്ക് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഈ സെന്റൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ സോളിഡ്സിന്റെ പ്രോബ്ലംസ്, കുറച്ച് പ്രോബ്ലംസ് എടുത്തൊന്ന് ജസ്റ്റ് ഫിഗർ ഒന്ന് നോക്കുക, ടെക്സ്റ്റിൽ എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മൾ ഫൈനൽ ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്. എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യനിൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് തന്നെ നെയിം ചെയ്ത് വെക്കുക. ഓക്കെ, നെയിമിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു ഒരു ട്രയാങ്കുലർ ഫേസിലേക്ക് കിടന്നു എന്ന് പറഞ്ഞു. ദെൻ ദ ബേസ് എഡ്ജ് കണ്ടെയ്നിങ് ദാറ്റ് ട്രയാങ്കുലർ ഫേസ് ഈസ് ഇൻക്ലൈൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ സിമ്പിൾ പൊസിഷനിൽ നോക്കുക ഏതാണ് എഡ്ജ്, ഏത് എഡ്ജിൽ കിടന്നു കഴിഞ്ഞാലാണ് ഫോർ എക്സാമ്പിൾ ബി സി ഒക്കെ ആണെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ട് ആ ബി സി എന്ന് പറയുന്ന എഡ്ജ് നമ്മൾ ഏറ്റവും ഫൈനൽ ഫിഗറിൽ നോക്കുക, അവിടെ വേണം നമ്മൾ ഇൻക്ലിനേഷൻ കൊടുക്കാൻ. കാരണം വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ഒക്കെ ആണ് ഇൻക്ലിനേഷൻ പറഞ്ഞതെങ്കിൽ നമ്മൾ ബി ഡാഷ് സി ഡാഷിനായിരിക്കും ആ ഇൻക്ലിനേഷൻ കൊടുക്കാൻ പോകുന്നത്. ഇനി വിത്ത് റെസ്പെക്ട് ടു വി പി എന്നാണ് പറഞ്ഞതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ടോപ്പ് വ്യൂ. സ്മോൾ ലെറ്റർ ബി സി എവിടെയുണ്ടോ അതിനായിരിക്കും നമ്മൾ ഇൻക്ലിനേഷൻ കൊടുക്കുക. നമ്മൾ ലൈൻസിലൊക്കെ പഠിച്ച സെയിം കണ്ടീഷൻ തന്നെ. ഓക്കെ, ദാറ്റ്സ് ഓൾ സോൾവ്. നിങ്ങളൊന്ന് ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ടെക്സ്റ്റിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ പോയിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Okay. Right. ലൈൻസിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, മിഡ് പോയിന്റ് പ്രോബ്ലംസ്. ഓക്കെ, മിഡ് പോയിന്റ് പ്രോബ്ലം നമുക്ക് ഇത്രയും ദിവസം നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ലൈൻസിന്റെ പ്രോബ്ലം ഒക്കെ എൻഡ് പോയിന്റ് പ്രോബ്ലംസ് ആയിരുന്നു. എൻഡ് പോയിന്റ് അല്ലെ, ദാറ്റ് മീൻസ് ലൈൻ എ ബി ആണെങ്കിൽ എയുടെ പൊസിഷൻ തന്നിട്ടുണ്ടാവും ഓർ ബിയുടെ പൊസിഷൻ തന്നിട്ടുണ്ടാവും. ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നത്. എ ബി, ക്യാപിറ്റൽ എ ബി ഒക്കെ ആണെങ്കിൽ. ഇപ്പോ അതർ ദാൻ ദ എൻഡ് പോയിന്റ് വി ആർ ഡീലിംഗ് വിത്ത് ദ മിഡ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ എം. ഓക്കെ, ലൈനിന്റെ സെന്ററിലുള്ള മിഡ് പോയിന്റ്. ഇപ്പൊ ഇത് 100 mm ലോങ് ലൈൻ ആണെങ്കിൽ 50-50 വെച്ചിട്ടുള്ള ഒരു മിഡ് പോയിന്റ്. ഇനി ഇത് മാത്രമല്ല, ആക്ച്വലി ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് അത് എനി അതർ പോയിന്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതൊരു 100 ആണെങ്കിൽ 20-80 അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് പി, അതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിഡ് പോയിന്റ് പ്രോബ്ലം ആണ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എ ബി, അതിന്റെ ഒരു മിഡ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 50 ടോട്ടൽ ലെങ്ത് 100 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ട്രെയിറ്റ് ലൈൻ എ ബി, ഓക്കെ, സ്ട്രെയിറ്റ് ലൈനിന്റെ പേര് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് എ ബി, ഹാസ് ഇറ്റ്സ് എൻഡ്സ് എ ഈസ് 9 mm in front of VP. Okay, with respect to VP ആണ്, that means it's top view. 9 mm in front of VP, that means below XY line. And nearer to it. Okay, nearer
ടു ഇറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വി പി ആയിട്ട് നമ്മളൊരു ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു എൻഡ് നിയറർ ടു ദ വി പി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളോട് ഇപ്പൊ പറഞ്ഞ ഒരു 9 mm ഉള്ള ഒരു ലൈൻ ഉണ്ട്, സോറി 9 mm ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ആ പോയിന്റ് ആണ് നിയറർ ടു വി പി. മീൻസ് അതർ പോയിന്റ് എന്ന് പറയുന്നത് ഫാർ അവേ ഫ്രം വി പി ആയിരിക്കും. ഇതായിരിക്കും കണ്ടീഷൻ എന്ന് മാത്രം. ഇത് 9 mm ആണെങ്കിൽ വിച്ച് ഈസ് നിയറർ ടു വി പി ആൻഡ് ദിസ് ഈസ് ഫാർ അവേ ഫ്രം വി പി. ഓക്കെ, then the midpoint m, എൻ പോയിന്റിനെ പറ്റില്ല ഈ ക്വസ്റ്റ്യനിൽ, മിഡ് പോയിന്റിനെ പറ്റിയാണ് പറയുന്നത്. സെയിം പ്രൊസീജിയർ ആണ്, സെയിം പ്രൊസീജിയർ, യാതൊരു ഡിഫറൻസും ഇല്ല. രണ്ട് സൈഡിലും വരുന്ന മാത്രം. നമ്മൾ എൻ പോയിന്റ് വെച്ചിട്ട് എ ഫിക്സ് ചെയ്തിട്ട് ബി ആയിരുന്നു റൊട്ടേറ്റ് ചെയ്ത് ഇത്രയും കാലം. ഇനി നമ്മൾ എം ഫിക്സ് ചെയ്യും, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദ മിഡ് പോയിന്റ് എം ഓഫ് ദ ലൈൻ ഈസ് 54 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ എമ്മിനെ പറ്റിയാണ് പറയുന്നത്. സോ എം is 54 mm in front of VP. That means അതും ടോപ്പ് വ്യൂനെ പറ്റിയാണ് പറയുന്നത്, which is 54 mm below XY line and 45 mm above HP. അപ്പോൾ എമ്മിന്റെ ഫ്രണ്ട് വ്യൂനെ പറ്റിയാണ് പറയുന്നത്, which is 45 mm above XY line. Okay, then the front and top view measures 80 mm and 107 mm respectively. ലൈനിന്റെ പേര് എ ബി ആണ്. സോ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് എ ഡാഷ് ബി ഡാഷ് ഈസ് 80 mm and top view measures 107 mm, right? Then draw the projections of the line, that means front view, top view ഇറക്കണം, and also find its true length കാണണം. അതുപോലെ തന്നെ true inclinations. True inclination means theta and phi. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എൻ പോയിന്റ്സിന് പകരം മിഡ് പോയിന്റ് ആണ് തന്നിട്ടുള്ളത് മാത്രമാണ്. നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് വിത്ത് എക്സ് വൈ ലൈൻ. ഓക്കെ, എക്സ് വൈ ലൈൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് റൂളർ പോയോ?
റൂളർ അങ്ങോട്ട് പോയി. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഫിക്സ് ചെയ്യാം. ലൈക്ക് 9 mm below okay, 9 mm below ആണ് സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞു. സോ ഹിയർ ഈസ് 9 mm. Okay, which is small letter A, first dimension. So first data I, then the midpoint M is actually 54 mm. ഓക്കെ, എം എന്ന് പറയുന്നത് 54 mm ബിലോ ദി XY ലൈൻ ആണെന്ന് പറഞ്ഞു. അത് എവിടെയാ വരുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 54 mm താഴെയായിട്ട് ഞാനൊരു ലോക്കസ് വരച്ചു വെക്കുകയാണ്. 54 mm, 54 around here. Okay, almost here. എവിടെയാണെന്ന് അറിയില്ല. 54 mm. അതുപോലെ M dash is 45 mm above. 54 and 45 mm above ആണെന്ന് പറഞ്ഞു. Alright. Okay. Right. M dash is 45 mm above. പിന്നെ തന്നിരിക്കുന്നത് A dash B dash is actually 80 mm. ഓക്കെ, A dash B dash എന്ന് പറയുന്നത് 80 mm ആണെന്ന് പറഞ്ഞു. അപ്പോ A dash B dash വരയ്ക്കാൻ A dash കയ്യിലില്ല. പക്ഷെ AB ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടി A നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ എമ്മിന്റെ ടോപ്പ് വ്യൂ വരാനുള്ള ലോക്കസും നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു എൻഡ് എടുത്ത് ആദ്യം ഫിക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ് പറഞ്ഞപ്പോൾ വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഈസ് ആക്ച്വലി മൂവിങ് അല്ലെ, റൊട്ടേറ്റിംഗ്. അങ്ങനെയാണ് നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് പഠിച്ചത്. നമ്മളിപ്പോൾ AB ആണ് ലൈനെങ്കിൽ A ഫിക്സ് ചെയ്യും, B റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ മിഡ് പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിഡ് പോയിന്റിന്റെ ഡയമെൻഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ മിഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും എനെ ബേസ് ചെയ്തിട്ടല്ല റൊട്ടേറ്റ് ചെയ്യേണ്ടത്. M ആയിരിക്കണം ഫിക്സഡ് പോയിന്റ്. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോ M എന്ന് പറയുന്നത് 54 mm ബിലോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്നിട്ട് A വെച്ചിട്ടാണ് ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ A വെച്ച് റൊട്ടേറ്റ് ചെയ്താൽ A അവിടെ ഫിക്സഡ് ആയിരിക്കും. ഒരു റൊട്ടേഷനിൽ തന്നെ എമ്മിന്റെ പൊസിഷൻ അവിടുന്ന് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ M ബേസ് ചെയ്തിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാണ്, നമ്മൾ ആദ്യം എമ്മിനെ ഒന്ന് ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. ലൈക്ക് ഇത് രണ്ടുമായിരിക്കും എമ്മിന്റെ ഡാറ്റാസ്. ദാറ്റ് മീൻസ് which is our M dash. This is our M. Okay, അങ്ങനെയാണെങ്കിൽ A വരുന്ന ലോക്കസ് ഇതായിരിക്കും. ഞാൻ ആദ്യം A ഫിക്സ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, just a second. Which is around 9 mm, right? Okay.
9 mm. അപ്പൊ എനിക്ക് എമ്മിന്റെ ലോക്കസ് ആവശ്യമില്ല, ഞാൻ എം ആണ് ആദ്യം ഫിക്സ് ചെയ്തതെന്ന് വിചാരിക്കാം. Okay, this is the locus of A. Alright. അപ്പോൾ ഇനി നമുക്ക് ഡാറ്റാസ് എഴുതാം. ആദ്യം ഞാൻ എം ഫിക്സ് ചെയ്തു, കാരണം എമ്മിനെ ബേസ് ചെയ്താണ് ഞാൻ ഇനി റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എം ഈസ് 54 mm ബിലോ ആൻഡ് എം ഡാഷ് ഈസ് 45 mm എബോ എക്സ് വൈ ലൈൻ. എന്നിട്ട് നമ്മൾ പറഞ്ഞു എ ഈസ് 9 mm ബിലോ എക്സ് വൈ ലൈൻ. സോ എ വരുന്ന ലോക്കസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളൊരു കോമ്പസ് എടുത്ത് എയുടെ പൊസിഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് നമുക്കറിയാം ലൈനിന്റെ പേരെന്ന് പറയുന്നത് എ ബി ആണ്. ഓക്കെ, ലൈനിന്റെ പേര് എ ബി ആണ്. അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ആണ് എം, അല്ലെ? എ എം ബി എന്നായിരിക്കും ലൈൻ വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് എം ഡാഷ് ബി ഡാഷ് ആയിരിക്കും, ടോപ്പ് വ്യൂ എ എം ബി ആയിരിക്കും, മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എം കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ രണ്ട് എൻഡിലായിട്ട് എ ആൻഡ് ബി കണ്ടുപിടിക്കണം. എയുടെ ലോക്കസ് ഓൾറെഡി തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 9 mm ബിലോ എക്സ് വൈ ലൈൻ. അങ്ങനെയാണെങ്കിൽ ടോപ്പ് വ്യൂല് നമുക്ക് ആദ്യം എ കണ്ടുപിടിക്കാൻ പറ്റും. ടോപ്പ് വ്യൂവിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 107 ആണ്. അങ്ങനെയാണെങ്കിൽ എമ്മിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 107ന്റെ പകുതി എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് എ കണ്ടുപിടിക്കാം. റൈറ്റ്, 107ന്റെ പകുതി, ദാറ്റ് മീൻസ് അറൌണ്ട് 53.5. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ 53 എടുക്കാനേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇവിടെ വരും. ഓക്കെ, ഈ പോയിന്റ് ആയിരിക്കും നമ്മുടെ എ. സ്മോൾ ലെറ്റർ എ. കൺഫ്യൂസിങ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ ലെങ്ത് ഒന്ന് ഓർക്കാം. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എ കിട്ടിക്കഴിഞ്ഞു. കുറച്ച് കൂടുതൽ സ്പേസ് ആവശ്യമാണ്. റൈറ്റ്, അപ്പോ എ കിട്ടിക്കഴിഞ്ഞു, അതുപോലെ എം കിട്ടിക്കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ഫ്രം എ ആൻഡ് ത്രൂ എം നമുക്കൊരു കണ്ടിന്യൂസ് ലൈൻ വരച്ചു വെക്കാം. ദിസ് വിൽ ബി അവർ ടോപ്പ് വ്യൂ. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഓൾറെഡി എ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ പോയിന്റ് ബി. കാരണം ദിസ് വിൽ ബി അവർ പോയിന്റ് ബി. ടോട്ടൽ ലെങ്ത് 107 ആണെന്ന് പറഞ്ഞു. ഞാൻ 107ന്റെ പകുതി 53.7 53.5 that much of value എടുത്തിട്ടാണ് എ കണ്ടുപിടിച്ചത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഹാഫ് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ഹാഫ്. ഓക്കെ, നമുക്ക് ഫൈനൽ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂന്റെ കേസ് നോക്കാം. ഫ്രണ്ട് വ്യൂന്റെ കേസ് എന്ന് പറയുന്നത് എം ഡാഷ് ആണ് അതിന്റെ മിഡ് പോയിന്റ്. ദെൻ ടോട്ടൽ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് 80 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതാണ് എ എങ്കിൽ വി ക്യാൻ ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ, അല്ലെ? ഒരു വെർട്ടിക്കൽ ലൈൻ നമുക്ക് ഫ്രം എ വരയ്ക്കാൻ പറ്റും. ഞാൻ എയുടെ വെർട്ടിക്കൽ ലൈനാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമ്പസിൽ എടുക്കുക, 80 ആണ് ടോട്ടൽ ഫ്രണ്ട് വ്യൂ. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് സോറി എം ഡാഷ് എന്ന് നേരെ 40 പകുതി എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ 40
4.0. ഓക്കെ, ഇതാണ് ഇപ്പോൾ 40 ലെങ്ത്. പകുതി എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ A' പോയിന്റ് കിട്ടും. ഓക്കെ, ദിസ് വിൽ ബി അവർ A'. ഓക്കെ, A'. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രം A' ആൻഡ് ത്രൂ M' നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ വരച്ചു വെക്കാം. അതായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 40 തന്നെ എടുത്ത് ഇവിടെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് B' കിട്ടും. ഓക്കെ, ഞാനത് കുറച്ചുകൂടെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി, കാരണം ഞാൻ താഴെ 53.5 എനിക്ക് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കറക്റ്റ് എന്തായാലും ബിയുടെ മേലെ തന്നെ ആയിരിക്കുമല്ലോ ബിയും വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എക്സാക്ട് തന്നെയാണ്, കുഴപ്പമില്ല, വലിയ ഡിഫറൻസ് ഇല്ല. ഓക്കെ, എത്ര എക്സാക്ട് കിട്ടാത്തതിന്റെ കാരണം ഞാൻ ഇതിന്റെ ലെങ്ത് എടുത്തതിലുള്ള പ്രശ്നമാണ്. ഇത് 107ന്റെ പകുതി എടുത്തപ്പോൾ എന്റെ കോമ്പസിൽ കിട്ടാത്തുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് ഡയമെൻഷൻ എടുത്ത് ഓക്കെ. ഇവിടെ ഈ ഒരു 1 or 2 mm ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിനെ ഡിസ്റ്റർബ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. സോ ദിസ് ഇസ് അവർ B'. ഓക്കെ, സോ A നമ്മൾ പ്ലേസ് ചെയ്തു 54 mm ബിലോ, 45 mm എബോ, A', B', AB. എല്ലാ ഡയമെൻഷൻസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും കാലം ചെയ്തത്, നമ്മൾ പറഞ്ഞു A ഫിക്സ് ചെയ്തിട്ട് B മാത്രമാണ് മാറിയത്. ദാറ്റ് മീൻസ് A ഈസ് ഫിക്സഡ്, B വിൽ ബി ചേഞ്ചിങ് ടു B1, B1', B2, B2'. ഓക്കെ, B എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ M ആണ് ഫിക്സ് ചെയ്യുന്നത്. സോ A ആൻഡ് ഓൾസോ B will be changing to A1, A2, B1, B2. ഈ പറഞ്ഞിരിക്കുന്ന നെയിംസ് ഒക്കെ, ചേഞ്ചസ് ഒക്കെ ആർക്കും ഉണ്ടാവും, എക്കും ഉണ്ടാവും, ബിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം എടുത്ത് വരക്കുകയാണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ റൂളർ പോയല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ലോക്കസ് വരയ്ക്കാം. നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുന്ന ഫൈനൽ പോയിന്റ് എൻഡ് ചെയ്യുന്നിടത്ത് നമുക്ക് ലോക്കസ് ഉണ്ടാവും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ B' ലോക്കസ്. അതുപോലെ തന്നെ ബിക്കും ഉണ്ടാവും ഒരു ലോക്കസ്. Right, this is the locus of B. ഓക്കെ, B' ആൻഡ് B രണ്ടുപേരുടെയും ലോക്കസ് വരച്ചു. ലോക്കസ് വരുന്നത് എപ്പോഴായിരുന്നു? മൂവ് ചെയ്യുന്ന പോയിന്റിനാണ് ലോക്കസ് വരുന്നത്. കാരണം ആ മൂവ് ചെയ്തിരിക്കുന്ന പാത്താണ് നമ്മൾ ലോക്കസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോ ഈ കേസിൽ നമുക്കറിയാം രണ്ടുപേരും മൂവ് ചെയ്യും, M മാത്രമാണ് ഫിക്സഡ്, രണ്ടുപേരും മൂവ് ചെയ്യണം. സോ B'-നും ബിക്കും മാത്രമല്ല, A'-ഉം എയും കൂടെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ പ്രൊസീജിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് ഇതാ നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. നമ്മൾ പറഞ്ഞു ഫൈനൽ പ്രൊജക്ഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആക്ച്വലി it is a horizontal line. Okay, it is a horizontal line. Okay, right, it is a horizontal line or parallel to XY line. B' ആണ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നത്. M' എന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഒരു ഡാഷ് പോയിന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് പുട്ടിങ് B1'. റൊട്ടേറ്റ് ചെയ്തിട്ട് B1' ആക്കി മാറ്റി. ഇനി നമ്മൾ എന്റെ കേസ് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ പറയാം M' B1' is actually parallel to XY line. M' B1' is parallel to XY line. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം M B1 will be a true length. M B1 will be a true length. M എവിടെയുണ്ട്?
B1 വരാൻ പോകുന്നത് ബിയുടെ ലോക്കസിലായിരിക്കും. സോ M2 B1 ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി അവർ ട്രൂ ലെങ്ത്. നോക്കാം, നമ്മൾ B1 ഡാഷിന് നേരെ താഴെയായിരിക്കും B1 വരാൻ പോകുന്നത് അപ് ടു ദാറ്റ് ലോക്കസ്. സോ ഞാൻ ലോക്കസിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി അവർ B1. This is our B1. ഓക്കെ, നമ്മൾ മുമ്പ് ചെയ്ത സെയിം കൺസെപ്റ്റ് തന്നെ. ഓക്കെ, B1. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ എനെ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരുന്നു ബി മാത്രം റൊട്ടേറ്റ് ചെയ്തത്. ഇവിടെ ഞാൻ എമ്മിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി മാത്രമല്ല എ കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, എ കൂടെ റൊട്ടേറ്റ് ചെയ്യുക മീൻസ് ഇവിടെയുള്ള എ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് മിഡ് പോയിന്റ് ആണ്, ബട്ട് സംബന്ധിച്ചൊരു ഡയമെൻഷണൽ ഡിഫറൻസ്. എയും കൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വരും. ജസ്റ്റ് സെക്കൻഡ്. എ കൂടെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടത്തേക്ക് വരും. കാരണം എം ആണ് ഫിക്സഡ്, എ ആൻഡ് ബി ബോത്ത് ഓഫ് എം ആർ റൊട്ടേറ്റിംഗ്. ഇത് എ ഡാഷ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് A1 ഡാഷ് ആയിരിക്കും, A1 ഡാഷ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം A1 ഡാഷ് എം ഡാഷ് ഈസ് പാരലൽ ടു XY ലൈൻ. അങ്ങനെയാണെങ്കിൽ എം A1 വിൽ ബി എ ട്രൂ ലെങ്ത്. സോ ആ ട്രൂ ലെങ്ത് കാണാൻ വേണ്ടി എം ഡാഷ് എന്ന് നേരെ അപ് ടു ദ ലോക്കസ് ഓഫ് എ വരക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ A1. ഓക്കെ, A1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദിസ് A1 to B1 ലൈൻ വിൽ ബി അവർ ട്രൂ ലെങ്ത്. ഓക്കെ, നമുക്ക് പണ്ട് ഒരു പോർഷൻ മാത്രമായിരുന്നു ഉള്ളത്, ഇവിടെ അത് മാറിയിട്ട് എന്തായി, രണ്ട് സൈഡിലേക്കും കൺസിക്യൂട്ടീവ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് വ്യൂവിനെ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് ടോപ്പ് വ്യൂ നമ്മൾ ട്രൂ ലെങ്ത് കണ്ടുപിടിച്ചു. ഈ കാണുന്നതാണ് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ട്രൂ ലെങ്ത് നേരെ A1 M B1 ആണ് ട്രൂ ലെങ്ത്, AMB ആണ് ഫൈനൽ ടോപ്പ് വ്യൂ. സെയിം തന്നെ നമുക്ക് ടോപ്പ് വ്യൂയിലും ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇയാളെയും എടുക്കുക, യെസ്, നമ്മുടെ കയ്യിൽ ഫൈനൽ ടോപ്പ് വ്യൂ എ ഉണ്ട്. ഓക്കെ, ഫൈനൽ പോയിന്റ്സ് ഓർ ഫൈനൽ പോയിന്റ് ബിനെ വെച്ച് നോക്കാം. ഫൈനൽ പോയിന്റ് ബി നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് മീൻസ് okay, exactly, this final point is actually a horizontal line. Okay, ഞാൻ എടുത്ത് ഹൊറിസോണ്ടൽ ആക്കി. സെയിം തിങ് ഇവിടെയും എനെയും ബി അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എ ഈ ഒരു ഡയറക്ഷനിലേക്കും റൊട്ടേറ്റ് ആവും. അങ്ങനെയാണ് നമ്മൾ ആ കംപ്ലീറ്റ് ലൈനിനെ ഒരു ഹൊറിസോണ്ടൽ ആക്കി മാറ്റി. ജസ്റ്റ് എ സെക്കൻഡ്. like this. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദീസ് പോയിന്റ്സ് ഞാൻ റൊട്ടേറ്റ് ചെയ്തതാണ്. ഒരു ഡയറക്ഷനിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം രണ്ട് ഡയറക്ഷനിലേക്കും റൊട്ടേറ്റ് ചെയ്തു. സോ ബി ആണ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നത് M2 B. സോ ഇത് ബി ആയിരിക്കില്ല, ഡെഫിനറ്റ്ലി B1 ആവാം, ബട്ട് B1 ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇറ്റ് മൈറ്റ് ബി B2. ഓക്കെ, B2. സെയിം തന്നെ ലെഫ്റ്റ് സൈഡിൽ സംഭവിക്കുന്നുണ്ട്, A2. ഓക്കെ, ഇവിടെ നമുക്ക് പറയാം
ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. MB2 ഈസ് പാരലൽ ടു XY ലൈൻ. അങ്ങനെയാണെങ്കിൽ M'(B2'. ഓക്കെ, M'(B2' എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും. M' ഇവിടെയുണ്ട്, B2' ട്രൂ ലെങ്ത് ആണ്, ലോക്കസിലായിരിക്കും ചെന്ന് തീരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഒരു ലോക്കസിലേക്ക് B2ന്റെ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും B2ന്റെ ഫ്രണ്ട് വ്യൂ. സോ ദിസ് ഇസ് അവർ B2'. B2 this is B2'. Then A ന്റെ കേസിൽ നമുക്ക് പറയാം this is A. എനെ എടുത്തിട്ട് എന്റെ ഫ്രണ്ട് വ്യൂയിലുള്ള ലോക്കസ് വരെ. ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസ് എന്ന് പറയുന്നത്, ഫ്രണ്ട് വ്യൂ ലോക്കസ് നമ്മൾ വരച്ചിട്ടില്ല ആക്ച്വലി. Okay, up to that front view locus A2നെ എടുത്തിട്ട് നേരെ ലോക്കസ് വരെ വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ A2'. ഓക്കെ, A2'. അങ്ങനെയാണെങ്കിൽ A2' to A1 B2' ആയിരിക്കും നമ്മുടെ ട്രൂ ലെങ്ത്. അത് ഡെഫിനറ്റ്ലി എമ്മിലൂടെ തന്നെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. നമ്മുടെ ഫിഗർ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, വരച്ചത് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എമ്മിലൂടെ തന്നെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ദിസ് ഈസ് അവർ ട്രൂ ലെങ്ത്. ഇതായിരിക്കും നമ്മുടെ ട്രൂ ലെങ്ത്. ഇനി ജസ്റ്റ് എ സെക്കൻഡ്, നമുക്കത് ലോക്കസ് ആയിട്ട് തന്നെ വരച്ചേക്കാം. ഓക്കെ, സോ ഇതിലുള്ള ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഈസ് ആക്ച്വലി ലോക്കസ് ഓഫ് B'. ഓക്കെ, ഇതായിരിക്കും ലോക്കസ് ഓഫ് A'. ദെൻ ഇത് ലോക്കസ് ഓഫ് A, and this one is locus of B. റൈറ്റ്? അപ്പോൾ ഇത്രയും കാലം നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് ഒരാൾ മാത്രമായിരുന്നു, റൈറ്റ്? ബി മാത്രം. ഇവിടെ ഇപ്പോ M ഫിക്സ് ചെയ്തിട്ട് ബിയും എയും മൂവ് ചെയ്യും. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം, നമ്മൾ ഒരു പ്രോബ്ലം മാത്രമല്ലേ ചെയ്തുള്ളൂ. പക്ഷെ ഒരു കാര്യം മാത്രം നോക്കുക, ഞാനിപ്പോ M' വെച്ചിട്ടാണല്ലോ ഫിക്സ് ചെയ്തത്. ഞാനിപ്പം അത്രയും പോർഷൻ മാത്രം ഒന്ന് മറച്ചു പിടിക്കുകയാണെങ്കിൽ, നോക്കി ഞാൻ ആ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് മറച്ചു പിടിച്ചപ്പം ബാക്കി കിട്ടുന്നത് എന്ത് തന്നെയാണ്? ആക്ച്വലി നമ്മളെപ്പോഴും പ്രൊജക്ഷൻ ഓഫ് ലൈനിൽ ചെയ്യുന്ന അതേ ഓറിയന്റേഷനും അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സെയിം തിങ് ലെഫ്റ്റ് സൈഡിലും കൂടെ വന്നു എന്ന് മാത്രം. നമ്മൾ എന്താണോ റൈറ്റ് സൈഡ് ചെയ്യുന്നത് സെയിം തന്നെ ലെഫ്റ്റിലും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അവർ മിഡ് പോയിന്റ് പ്രോബ്ലം. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ സോൾവ് ആണ്. പ്രോബ്ലം നമ്പർ അറൌണ്ട് 11.48. ഓക്കെ, സോ നമുക്ക് മിഡ് പോയിന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഒരു ദിവസം ചെയ്യാം. ഇന്നല്ല, ഇന്ന് ഓൾറെഡി സപ്പോർട്ട് 8 o'clock. ഇന്നത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.